അങ്ങനെ 2026 വേൾഡ് കപ്പിൽ നിന്ന് പോർച്ചുഗൽ ഔട്ടായി. നോക്കുമ്പോഴാണ് എനിക്ക് ഇത്ര സന്തോഷം. കാര്യം സന്തോഷമുണ്ട്. എല്ലാവരും ചോദിക്കും, ഒരു ലെജൻഡ് അല്ലേ, എന്തുകൊണ്ട് ഇങ്ങനെ സന്തോഷിക്കാൻ, പുള്ളിയുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് അല്ലേ, എന്തിനാണ് ഇത്രയും സന്തോഷം കാര്യങ്ങൾ. കാര്യം ഞങ്ങൾ അർജന്റീന ഫാൻസ് മെസ്സി ഫാൻസ് കുറേ വർഷങ്ങളായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം മെസ്സി ഇന്റർനാഷണൽ എടുക്കുന്നത് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തോ മെസ്സി ബാഴ്സയിൽ ഉണ്ടായതുകൊണ്ടാണ്, മെസ്സിക്ക് ഇനിയസ്റ്റ, സാവി ഇവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് UCL അതേ കണക്ക് തന്നെ ക്ലബ് അച്ചീവ്മെന്റ് കിട്ടിയത്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ എന്താ മെസ്സി എങ്ങനെ പോട്ടാവും, മെസ്സിക്ക് ഇന്റർനാഷണൽ ഉണ്ടോ, ഇന്റർനാഷണൽ നമ്മൾ ഫസ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് കോപ്പ അമേരിക്ക അടിച്ചപ്പോഴത്തേന് പറയുന്നത് പറഞ്ഞാൽ കോപ്പ അമേരിക്കയ്ക്ക് ഒരു ടൂർണമെന്റ് ആയിട്ട് കണക്കാക്കാൻ പറ്റൂ, മൂന്നാല് കുറച്ച് ടീമല്ലേ ഉള്ളൂ, അതൊരു കണ്ടന്റ് ലീഗ് എന്ന് പറഞ്ഞാൽ മതി. അത് അടിച്ചപ്പോഴത്തേന് അത് കഴിഞ്ഞു അത് വിട്ട്. പിന്നെ നമ്മൾ വേൾഡ് കപ്പ് ഫസ്റ്റ് മാച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ സൗദി അറേബ്യയോടെ തോറ്റപ്പോഴത്തേന് അന്നത്തെ സെലിബ്രേഷൻ, അന്ന് ഈ ഫിഫ കറപ്റ്റഡ് ആണ്, റിഗ്ഡ് ആണെന്നൊന്നും പറഞ്ഞില്ല. അന്ന് എന്നാണ് നമ്മൾ വേൾഡ് കപ്പ് അടിച്ചു അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ റോബറിയും, നമുക്ക് ബാലൻഡോർ അടിച്ച റോബറി, വേൾഡ് കപ്പ് അടിച്ച റോബറി. ഇപ്പൊ തന്നെ ഈ വേൾഡ് കപ്പിൽ നമുക്ക് ഫിക്സ്ചർ വന്നിട്ട് നമ്മൾ ടോപ്പ് ആയതുകൊണ്ടാണ് അതിനകത്തോട്ട് പോയത്. ഇപ്പം പോർച്ചുഗൽ ടോപ്പ് അടിച്ചിരുന്നെങ്കിൽ വേറെ മാച്ച് ആയിട്ട് പോയേനെ. ഇതെല്ലാം ഇവരുടെ ഫാൻസിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അംഗീകരിച്ചുള്ള ചരിത്രവും ഇല്ല. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് അച്ചീവ് ചെയ്താലും അത് എല്ലാം കറപ്റ്റഡ് ആണ്, ഒന്നുമല്ല. ഇപ്പൊ നമുക്കൊരു പെനാൽറ്റി കിട്ടി കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല, അർജന്റീനയ്ക്ക് കൊടുക്കാൻ പാടില്ല. നമുക്കൊരു പെനാൽറ്റി കിട്ടിയത് ഓക്കെ അല്ല, ഇവർക്കൊരു പെനാൽറ്റി കിട്ടി ആഹാ, ക്രൊയേഷ്യയായിട്ട് പെനാൽറ്റി കിട്ടി. നമ്മളായിരുന്നു പറയുന്നത് അത് കിട്ടി, അത് മാച്ച് കിട്ടി തന്നെ, മാച്ചിനെ മാച്ചായിട്ട് കാണണം. അല്ലാതെ നമുക്ക് കിട്ടുമ്പോൾ അത് ഫിഫയ്ക്ക് പൈസ കൊടുത്തൊന്നും, അല്ലാതെ ഇവർക്ക് കിട്ടുമ്പോൾ അത് കറക്റ്റ് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ സന്തോഷമുണ്ട്. ഇന്നലെ സമാധാനമായിട്ട് ഇമാരെ കരത്തിൽ കണ്ട് ഉറങ്ങാൻ പറ്റി. ഇവര് മെസ്സി ഒരു ഇന്റർനാഷണൽ അടിക്കുന്നവരെ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളും ട്രോളുകളും ഒന്നും ഇതുവരെ അർജന്റീന അത്രയും പോലും കാണിച്ചിട്ടില്ല. നമ്മൾ മെസ്സി എന്ത് അച്ചീവ് ചെയ്താലും അത് ഫേക്ക് ആണെന്നും അത് ഉടായ്പാണെന്നും പറഞ്ഞ് നടക്കുന്നവരാണ് ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുക. മെസ്സിക്ക് റെക്കോർഡ് കൊടുത്തില്ല, ഫസ്റ്റ് കളി റെക്കോർഡ് കൊടുത്തില്ല. അത് ഞാൻ ചോദിക്കട്ടെ, റൊണാൾഡോയ്ക്ക് മാച്ച് സസ്പെൻഷൻ നീക്കിയത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതൊന്നും അവർക്ക് കുഴപ്പമില്ല. മെസ്സിക്കോ മെസ്സിയുടെ എന്ത് കണ്ടാലും അവർക്ക് പ്രശ്നം. ബാലൻഡോർ കൊടുത്ത പ്രശ്നം, വെള്ളം പഠിച്ചാലും കുഴപ്പം. പിന്നെ വേറെ കാര്യം, റൊണാൾഡോയുടെ കാര്യം. ഈ മെസ്സി ചെന്ന് മറ്റേ ഫാൻസ് കാണിക്കുന്നതിനകത്ത് പോയി ഇമോജി ഇടാനോ അല്ലെങ്കിൽ റൊണാൾഡോയെ താഴ്ത്തി കെട്ടാനോ ഒന്നും നിന്നിട്ടില്ല. അതേസമയം റൊണാൾഡോ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ എപ്പോൾ മെസ്സിയൊക്കെ താഴ്ത്തി കെട്ടാൻ പറ്റിയോ, മെസ്സിയെ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. എപ്പോഴും മെസ്സിയെ കുറ്റം പറയാനും ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്തതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ പറയുക ഒരു റെസ്പെക്ട് കാണിക്കണം. എന്ത് നമുക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? റെസ്പെക്ട് എന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കിട്ടിയാലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുള്ളൂ. അല്ലാതെ അങ്ങോട്ട് മാത്രം കിട്ടണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ.